ഞാൻ ജീവിക്കുന്നത് 2 ചായ, 10 മണി കുറച്ച് കഞ്ഞി കിട്ടിയാൽ കുടിക്കും, കുറച്ച് ചോറ്, രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഞാൻ ജീവിക്കും. ഞാൻ സോഷ്യൽ മീഡിയന്റെ എന്താ പറയാ ലൈക്കാ എന്നോട് ജീവിക്കുന്നതല്ല. അപ്പം അത് കണ്ടിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. ആ ലൈക്കുകൾ നമുക്കറിയാം എല്ലാവരുടെയും. അത് എന്താ പറയാ, ഏറ്റവും ആവേശകരമായ ആവേശമുള്ള ചെറുപ്പക്കാരാണ് ആ പ്രതികരണത്തിന് മുന്നിലുണ്ടാവുക. അത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. അവർ പോകുന്ന ഒരു ആശയത്തിന് വ്യതിചലിക്കുമ്പോൾ അവർ തിരിച്ചു ചെയ്യും, ഉറപ്പാണ്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് അവരെ പറ്റി പരാതിയില്ല. ഇതൊക്കെ നാച്ചുറലായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്. അയ്യോ എന്നെ ബ്ലോക്ക് ചെയ്തല്ലോ, എന്നെ അൺഫ്ലോ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബേജാറാവണ്ട. ഇത് ലൈക്ക് അടിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് അത്ര പ്രോത്സാഹിപ്പിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് പൊളിറ്റിക്കലായിട്ടൊരു ആംഗിൾ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, നേതാക്കളിൽ ഒരു വിഭാഗം തമ്മിലുള്ള പൊളിറ്റിക്കൽ നെക്സസ്. ആ നെക്സസ് നിങ്ങൾക്ക് നാളെ ഞാൻ കാണിച്ചു തരാം. ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ്, എന്താ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, അത് പോട്ടെ. കോൺഗ്രസ് ഓനെടുക്കൂല, ഓനെ തട്ടി. ലീഗ് ഓനെടുക്കൂല, ഓൽക്കോലെ വേണ്ട. ഞങ്ങൾ ആദ്യം പുറത്താക്കി. ഓൻ എങ്ങോട്ടാ പോവാ? അൻവർ ഒറ്റയാണ്, ഓൻ എങ്ങോട്ടാ പോവാ? എപ്പ കേൾക്കണോ? ഇപ്പൊ കേൾക്കണോ? അപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുക, ഞാൻ കോൺഗ്രസ്സുകാർ എടുക്കൂല, സെറ്റിലാക്കി. ലീഗുമായി സെറ്റിലാക്കി, ഓലെടുക്കൂല. ഇനി ഓൻ അങ്ങട്ടാ പോണേ? പിന്നെ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവിലെ ഉറഞ്ഞു തുള്ളുന്നുണ്ടില്ലേ? ഞാൻ തരാം. ഒരു 10-25 മിനിറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ എവിടെ അറിയില്ല, സമയം പോകും. അല്ല, ഒരു മിനിറ്റിന്ന്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് സംഗതി? ഇതാ പറയുന്ന ഒരു വിഭാഗത്തിന്റെ നെക്സസ് എന്ന്. ഇനി അദ്ദേഹം ഇത് പറയാൻ വേറൊരു കാരണമുണ്ട്. അത് നമുക്ക് അവിടെ പറയാം. മനസ്സിലായില്ലേ? അത് നമുക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാം. എന്റെ ബൈപ്പാസ് ബ്ലോക്ക് ആക്കിയത് എന്തിനാണ്? നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ മഹേഷൊക്കെ എത്ര റിപ്പോർട്ട് ചെയ്ത്, എത്ര എന്നോട് പേഴ്സണലായി ചോദിച്ചു, എന്താണ് ഈ ബൈപ്പാസ് മാത്രം നാട് മുഴുവൻ വികസിക്കുന്ന എല്ലായിടത്തും റോഡ് 150 കോടിന്റെ എന്താ പറയാ, നമ്മുടെ ഈ പറയുന്ന മലയോര ഹൈവേ ഒക്കെ നിലമ്പൂർ കൂടെ കടന്നു പോവുക. ജനങ്ങൾക്ക് ഇതൊക്കെ മുമ്പുള്ള ആദ്യത്തെ ഗവൺമെന്റിന്റെ പദ്ധതി നടക്കുന്ന കേട്ടോ. ഈ 2021 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എന്തെങ്കിലും നിങ്ങൾ നിലമ്പൂർ നടന്നോ നോക്കി. നിങ്ങൾ ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 9,000 വീട് കയറിയെന്ന് പറഞ്ഞു. ആ സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടു തന്നിട്ട് കാലത്രയായി. ഇപ്പോഴും സർക്കാരിന് ഒരു ഓർഡർ തരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്താ വരാത്തത്? ഞാൻ നിങ്ങളോട് വിശദീകരിക്കും. കോളേജ് 2016 തൊട്ട് 2021 വരെയുള്ള UDF LDF ഭരണകാലത്ത് കിട്ടിയ കോളേജാ. സ്ഥലം വാങ്ങിക്കൊടുത്തിട്ട് 2020 ലാസ്റ്റ് സ്ഥലം കൈമാറി കൊടുത്ത. എന്താണ് ആ കോളേജ് വരാത്തത്? എന്താ വരാത്തത് നിലമ്പൂര്? ഇതൊക്കെ നടക്കുമ്പോൾ ഈ 3 ജനങ്ങൾക്ക് അത്യാവശ്യമായ പദ്ധതി എന്തുകൊണ്ട് നിലമ്പൂരില്ല? ആരാതിന് തടസ്സം നിന്നത്? ഈ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും നിലമ്പൂരിലെ ജനങ്ങളോട്. 300ഓളം കുടുംബങ്ങളാണ് ഭൂമി വിട്ടുകൊടുത്തിട്ട് 19 കൊല്ലമായിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പൈസ കിട്ടാതെ. അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട ഞാൻ വിശദീകരിക്കും. PV അൻവർ ഈ നിയമസഭയിൽ എത്തരുത് എന്ന ഉദ്ദേശം ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതൊരു വാസ്തവമാണ്. ദയവായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിൽ വന്നിട്ടുണ്ടോ? പിണറായി സഖാവ് വന്നിട്ടില്ല, കോടിയേരി സഖാവ് വന്നിട്ടില്ല, എളമരക്കരി സഖാവ് വന്നിട്ടില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും നിലമ്പൂരിലേക്ക് വന്നിട്ടില്ല. ഞാനും പാവപ്പെട്ട സഖാക്കളും മാത്രമാണ് നിലമ്പൂരിൽ പോരാടിയത്. ഈ പറയുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രബലമായൊരു ടീം, ലീഗിന്റെ പ്രബലമായൊരു ടീം, ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു നേതാവ് പോലും നിലമ്പൂരിൽ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല. നമ്മളിതൊന്നും ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പം ഇതിനൊക്കെ നേതൃത്വം നൽകിയവൻ ഇവിടെ വന്നിട്ട് വേറെ ആരെങ്കിലും അച്ചാരം പിടിച്ചിട്ട് PV അൻവറിനെ ചവിട്ടി തേക്കാന്ന് വിചാരിച്ചാൽ അതിന് EN മോഹൻദാസ് വളർന്നിട്ടില്ല. ഇനി അതൊരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം എന്താണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണെന്നും നമുക്ക് സംസാരിക്കാം. എനിക്ക് ആ വിഷയം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഖാക്കളോടാ. വിശദീകരിക്കേണ്ടി വരും.
അപ്പൊ ഇതൊക്കെ ഒരു പച്ചയായ യാഥാർത്ഥ്യമായി നിലമ്പൂർ ജനതയുടെ മുന്നിൽ നിൽക്കുക. ആകെ ആശ്രയിക്കാൻ ഒരു ആശുപത്രിയാണ്. 25 കോടി റുപ്യ കിട്ടിയിട്ട് കൊല്ലം 4 ഒരു സെന്റ് ഭൂമി വിട്ടുതരാൻ ഇപ്പൊ അതിൽ റോഡ് ഉണ്ടാക്കാൻ ഈ എന്താ പറയാ ഫയർ സർവീസിന് പോകാൻ സ്ഥലാവസാനം വിട്ടു. ഇപ്പൊ കെട്ടുന്ന ബിൽഡിങ്ങിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു 5 മീറ്ററുള്ള ആ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ ഈ ബിൽഡിംഗ് ചുറ്റിപ്പോകാൻ ഒരു ഫയർ എക്സിറ്റ് കിട്ടിയാൽ ആ 25 കോടി റുപ്യയുടെ ബിൽഡിംഗ് അവിടെ വരും. ഒരു NOC വേണ്ട ഇവിടുന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്. എത്ര പണിയെടുത്താലും നീങ്ങൂല, എന്ത് ചെയ്താലും നീങ്ങില്ല. അപ്പൊ എന്താ ഉദ്ദേശം? 21 ശ്രമിച്ചു, നടന്നില്ല. ഇനി 26 ഈ ചങ്ങാതി. കാരണം ബൈപ്പാസ് ഇല്ലാതെ ജനങ്ങളെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ബൈപ്പാസ് വിഷയം തീർത്തില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പാർട്ടിയുടെ മുന്നിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ എന്താ, നമ്മൾ സതുദ്ദേശത്തോട് ചെയ്യുക. അപ്പൊ അവിടെ എന്താ, അത് ശരിയാ, ബന്ധം മുപ്പരി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിലമ്പൂരിലെ ജനതകളോട് പലതും പറയാനുണ്ട്. ഇപ്പൊ ആ കെട്ടിടം നിലമ്പൂർ കോളേജ് എത്ര കൊല്ലം, എല്ലായിടത്തും കോളേജായി. ഭൂമി എടുത്തു കൊടുത്തിട്ട് 6 കൊല്ലായി. പൂക്കോട്ടുപാടം ഗവൺമെന്റ് കോളേജ് ഇപ്പൊ അവിടെ വാടക ബില്ലിൽ നടത്തുകയാണ്. ഭൂമി കിട്ടാത്തല്ല, ഭൂമി കൊടുത്തിട്ട് 6 ആയി. ഇതിന്റെ സർവേ നടക്കൂല. എന്ന് നോക്കിയാലും സർവേ, ഈ സർവേ അങ്ങോട്ട് പോകും, അത് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് തട്ടും, പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങോട്ട് തട്ടും. ബൈപ്പാസ്, നിലമ്പൂർ ബൈപ്പാസ്, ഈ പറയുന്ന ജില്ലാ ആശുപത്രിയുടെ സ്ഥലം വിട്ടുകെട്ടല്, കോളേജ്, 3 ഈ ചങ്ങാതി ഈ EN മോഹൻദാസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ ആരുമില്ല. ഇനി അവിടെ തീർന്നിട്ടില്ല. ഇയാള് ഒരു എന്താ പറയാ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മേലിൽ ഞാൻ എന്താ പറയാ RSS ബാന്ധവം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ക RSS അവൻ. ഞാൻ തെളിവേം പറഞ്ഞുതരാം. എന്നോടുള്ള വിരോധം എന്താ? ഈ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ 5 നേരം നിസ്കരിക്കും, അതായത് സഹിക്കില്ല. മലപ്പുറത്തെ ഈ സുജിത് ദാസിന്റെ ഈ വിഷയം, ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ക്രിമിനൽ വരിക്കുന്നത് ശരിയല്ല. DCS നിങ്ങൾ ഇടപെടണം. എത്ര വട്ടം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും നിങ്ങൾ. നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ വയ്യല്ലോ. ഞാനതാ ഇന്നലെ പറഞ്ഞു, എന്റെ വേലിക്കെട്ടുകൾ മാറ്റി തന്നു.